പാമ്പുകൾ ആവാസവ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമെന്ന സന്ദേശം നൽകി ലോക സർപ്പദിനം ആചരിച്ചു. ജൂലൈ 16 പാമ്പ് ദിനമായി ആചരിക്കുന്നത്. പാമ്പുകളോടുള്ള ഭയം അവയുടെ ഉന്മൂലനത്തിലേക്ക് നയിക്കരുത് എന്ന സന്ദേശമാണ് പാമ്പ് ദിനത്തിൽ ഓർമ്മപ്പെടുത്തലായി നൽകുന്നത്. ജൂലൈ 16 ലോക പാമ്പ് ദിനമാണ്. പാമ്പുകൾ മനുഷ്യരുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്നെല്ലാം തർക്കങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് മറ്റൊരു പാമ്പ് ദിനം കടന്നു വരുന്നത്. പാമ്പുകൾ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ശത്രുക്കളല്ല മിത്രങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവികളുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ മരണമടയുന്നത് പാമ്പുകളുടെ കടിയേറ്റാണ്. ഈ സാഹചര്യത്തിലാണ് വനം വന്യജീവി വകുപ്പ് സർപ്പയിലൂടെ സന്നദ്ധ പ്രവർത്തകരെ പരിശീലിപ്പിച്ചത്. സർപ്പയ്ക്ക് ഇന്ന് 2952 വോളണ്ടിയർമാരാണുള്ളത്. ഇതുവരെ 1,02,216 പാമ്പുകളെ ഇവർ പിടികൂടിയിട്ടുണ്ട്. 2018-19 കാലത്ത് 123 മരണം പാമ്പുകടിയേറ്റുണ്ടായിരുന്നെങ്കിൽ ഇന്നത് 18 കുറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ഹാനികരമായ വിഷപ്പാമ്പുകളെയാണ് പിടികൂടി വനപ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഒഴിവാക്കുന്നത്. കേരളത്തിൽ കാണുന്ന പാമ്പുകളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് വിഷപ്പാമ്പുകൾ. അണലി, മൂർഖൻ, രാജവെമ്പാല, വെള്ളിക്കട്ടൻ, കുഴിമണ്ഡലി എന്നിവയാണ് വിഷപ്പാമ്പുകൾ. എന്നാൽ ഏറ്റവും വിഷം കൂടിയ രാജവെമ്പാല ഇതുവരെ ആരെയും കടിച്ചതായി റിപ്പോർട്ടുമില്ല. ഇഴജന്തുക്കളോടുള്ള പേടി അവയുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണം ആകരുതെന്ന് സർപ്പ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ശ്രീനിവാസ് പി കമ്മത്ത് പറയുന്നു. വേൾഡ് സ്നേക്ക് ഡേ അഥവാ ലോക പാമ്പ് ദിനം അല്ലെങ്കിൽ ലോക സർപ്പ ദിനം എന്ന് കൊണ്ടാടപ്പെടുന്ന ഒരു ദിവസമാണ് ജൂലൈ 16. ഇന്നേ ദിവസം ആഗോളതലത്തിൽ പാമ്പുകളെ പറ്റി കൂടുതൽ പഠിക്കുവാനും പാമ്പുകളെ പറ്റിയുള്ള ബോധവൽക്കരണം കൂടുതലായിട്ട് നടത്തുവാനും ഒക്കെയാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. നമുക്കറിയാം, പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുടെ പര്യായമായിട്ടാണ് പല സ്ഥലത്തും കാണപ്പെടുന്നത്, പല ആൾക്കാരിലും അനുഭവപ്പെടുന്നത്. ഈ പേടി, പാമ്പുകളോടും ഇഴജന്തുക്കളോടുള്ള പേടി വളരെ സ്വാഭാവികമാണ്. പരിണാമപരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ്, ഒരു അഡാപ്റ്റേഷൻ ആയിട്ടാണ് നമുക്കിങ്ങനെ ഒരു ഇമോഷണൽ റെസ്പോൺസ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. സർവൈവൽ ഉറപ്പിക്കുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, ഭീഷണികളിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഴജന്തുക്കളോടൊരു പേടി എന്ന് പറയുന്നത് മനുഷ്യരിൽ വന്നിരിക്കുന്നതാണ്. അത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ പേടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇഴജന്തുക്കളുടെ അവരുടെ ജീവിതത്തിനുള്ള അവകാശത്തിനുള്ള ഒരു അന്ത്യമാകരുത്, അല്ലെങ്കിൽ ആ ജീവികളുടെ അന്ത്യത്തിന് ഒരു കാരണമാകരുത് എന്നുള്ളത് കൂടിയാണ് വേൾഡ് സ്നേക്ക് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാമ്പുകൾ ആവാസവ്യവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. മനുഷ്യർക്ക് ഏറ്റവും ഹാനികരമായ എലികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ പാമ്പിനാണ് പ്രഥമ സ്ഥാനം. പാമ്പുകടിയേറ്റ് മരിക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് എലികൾ പകർത്തുന്ന രോഗങ്ങൾ കൊണ്ടാണ്. പാമ്പുകടിയേക്കുന്നവർക്ക് വന്യജീവി ആക്രമണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. മരണങ്ങൾക്കിപ്പോൾ 10 ലക്ഷം വരെയാണ് നഷ്ടപരിഹാരം. കടിയേറ്റ ചികിത്സയ്ക്കും നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. ശത്രു എന്ന് കരുതുമ്പോൾ തന്നെ എലി മിത്രവും കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പാമ്പ് ദിനം. ന്യൂസ് ഡെസ്ക് KCV News.